മണിപ്പൂരിന്റെ മുറിവുണങ്ങുന്നില്ല. വീണ്ടും സംഘർഷം വ്യാപിക്കുകയാണ്. മെയ്തി വിഭാഗത്തിൽപ്പെട്ട 2 പേർ കൊല്ലപ്പെട്ടു. ജിരിബാം ഗ്രാമത്തിലുണ്ടായ ആക്രമണത്തിലാണ് 2 പേർ കൊല്ലപ്പെട്ടത്. റോക്കറ്റ് ആക്രമണത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടന്നുവരുന്നതായി മണിപ്പൂർ സർക്കാർ അറിയിച്ചു. ബാലഗോപാലുണ്ട് വിവരങ്ങളുമായി. ബാലു, സ്ഥിതി ശാന്തമാകുന്നില്ലേ? ആര്യ, ഈ മണിപ്പൂരിൽ സംഘർഷം വീണ്ടും വ്യാപിക്കുന്നു എന്നാണ് സംസ്ഥാനത്ത് നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇന്ന് മെയ്തി വിഭാഗത്തിൽപ്പെട്ട 2 പേർ കൊല്ലപ്പെട്ടു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. ജിരിബാം ഗ്രാമത്തിലുണ്ടായ ആക്രമണത്തിലാണ് ഈ 2 പേർ കൊല്ലപ്പെട്ടത്. ഈ റോക്കറ്റ് ആക്രമണത്തിൽ ബിഷ്ണുപൂർ ജില്ലയിലെ കഴിഞ്ഞ ദിവസം ഒരാൾ കൊല്ലപ്പെട്ടിരുന്നു. അതായത് മണിപ്പൂരിലെ മുൻ മുഖ്യമന്ത്രി കൊയ്രങ് സിംഗിന്റെ വീടിന് മുകളിലായിരുന്നു ഈ റോക്കറ്റ് ഷെല്ലുകൾ പതിച്ചത്. ഈ മണിപ്പൂരിൽ ആദ്യമായിട്ടാണ് ഈ സംഘർഷം ഉണ്ടായതിനു ശേഷം ഈ റോക്കറ്റ് ആക്രമണം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ അതീവ ഗൗരവത്തോടു കൂടിയാണ് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരിന്റെ വിവിധ അന്വേഷണ ഏജൻസികളുമൊക്കെ കരുതുന്നത്. ഈ മുൻ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് നടന്ന റോക്കറ്റ് ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ഈ റോക്കറ്റ് ആക്രമണത്തിന് പുറമെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ, അതായത് ഡ്രോണിൽ ഈ സ്ഫോടക വസ്തുക്കൾ ഈ പ്രത്യേക സ്ഥലങ്ങളിൽ നിക്ഷേപിച്ച് അവിടെ ഈ അക്രമം ഉണ്ടാക്കുന്ന ഒരു ശൈലിയും കഴിഞ്ഞ ദിവസങ്ങളിൽ മണിപ്പൂരിൽ ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. ഏതായാലും ഈ സ്ഥിതിഗതികളെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്നുണ്ട്. ഒരുപക്ഷെ ഈ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നുള്ള ശക്തമായ ഇടപെടലുകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകാനാണ് സാധ്യത. ആര്യ. ശരി ബാലു.